ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അൻസിബ ലക്ക് മാത്രം നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ആയിരുന്നു എന്ന്. ലാലേട്ടൻ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല, ടാസ്കിലാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യണ കണ്ടില്ല. അൻസിബ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിൽ നിന്ന് മാത്രമാണ് സംസാരിക്കാറുള്ളൂ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. ഈ ഗബ്രി പോകുന്നത് വരേക്കും ജാസ്മിനും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ഗബ്രിയോട് മാത്രമല്ലായിരുന്നോ ഒതുങ്ങിക്കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇടയ്ക്ക് റസ്മിനോടും. ഇപ്പോഴല്ലേ എല്ലാവരോടും കൂടി ആക്റ്റീവ് ആയതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതുപോലെ സിജോയും പറഞ്ഞു അൻസിബ ഒരു ലക്ക് കൊണ്ട് നിന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മിണ്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടരുത് എന്ന് പറഞ്ഞ് കേൾക്കില്ലാത്ത രീതിയിലൊക്കെ പോകും എന്നൊക്കെ സിജോയും പറഞ്ഞു. അപ്പോൾ സിജോയും എന്താ പറയേണ്ടത്, സിജോ സംസാരിക്കുന്നതിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ കുറച്ച് ആ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടുള്ള ഒരു എമ്പതിയും ആളുകൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അൻസിബ അങ്ങനെയല്ല. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞാൻ അൻസിബയുടെ ഒരു ഫാനൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നിയത്, കാരണം ബി മെറ്റീരിയൽ ഒന്നും അല്ല അൻസിബ, പക്ഷേ ആൾ നല്ലൊരു സ്വഭാവത്തിനൊരു ഉടമയായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കിത് ഒരാളും ഇത് കാണില്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അൻസിബയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ആൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പോയിന്റ് ആയിട്ട് അങ്ങ് പറയുമായിരുന്നു. നന്നായിട്ട് അങ്ങനെ അലക്കില്ലായിരുന്നു, നോറ കിടന്ന് അലക്കണ പോലെ ഒന്നും അലക്കണ ഞാൻ കണ്ടിട്ടില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ് പറയുമായിരുന്നു. ഇപ്പോൾ രതീഷിനെയൊക്കെ ആ ഒരു ഔട്ടാക്കാനായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം ആ സമയത്ത് കളിച്ചിരുന്നു അൻസിബ. പിന്നെ ആ ഒരു അടുക്കള പണി വലിയ കാര്യമല്ലെങ്കിലും ആ ഒരു കുക്കിംഗ് ചെയ്യുക, മറ്റുള്ളവരുടെ വീട്ടുകാർ വരുമ്പോൾ നന്നായിട്ട് പെരുമാറുക. ഇപ്പോൾ ജിൻഡോ പറഞ്ഞോല്ലേ, ജിൻഡോയും ഋഷിയും മാത്രമാണ് പറഞ്ഞോളൂ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അൻസിബ അവിടെ നിന്നതെന്ന്. അൻസിബയ്ക്ക് ബഹളങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് അൻസിബ പറഞ്ഞിരുന്നു, പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നോറയും അൻസിബയും ആര് നോമിനേഷനിൽ വരണം ഒരു രീതിയിൽ അവിടെ ഒരടിയും ഉണ്ടാക്കാതെ നോറ പറഞ്ഞപ്പോൾ ശരി ഞാൻ എന്നാൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പുറത്തും അകത്തും അൻസിബയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കണമായിരുന്നു, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു അൻസിബ പറഞ്ഞ പോലെ തന്നെ ആർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അൻസിബ അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട അൻസിബ, നിങ്ങൾ ഈ വീഡിയോ കാണില്ലെങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയണതൊന്നും അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഒരുപാട് പ്രേക്ഷകരുടെ ഹൃദയം നേടിയിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല ജീവിതവും ഒരുപാട് സിനിമകളും ഉണ്ടാവട്ടെ. ഇങ്ങനെ അധികം ഹേറ്റേഴ്സ് ഇല്ലാതെ അപൂർവം ആളുകൾക്കേ പുറത്ത് വരാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ഫാൻസുകൾ കൂടിയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ സെയിം അഭിപ്രായമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.